നടൻ വിജയ്ക്ക് അനുകൂലമായ നിലപാടുകൾ കോടതിയിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയമെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു രൂപീകരിച്ചത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു. അതിൽ TVKക്ക് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്ത് നേരിടേണ്ടി വന്നിരുന്നു. അതേസമയം സർക്കാർ നിഷ്ക്രിയമായിരുന്നു എന്നുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. SIT അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് അതിലും രൂപീകരിച്ചത്. അപ്പോൾ ആ അന്വേഷണം വേണ്ട, CBIക്ക് വിടണം എന്ന ആവശ്യം വിജയാണ് മുന്നോട്ട് വെച്ചത്. വിജയ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവേശവും ഇതിൽ കൗതുകരമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന വിജയ്ക്ക് ഇപ്പോൾ അതിൽ ഒരു നിലപാടിൽ വെള്ളം ചേർക്കേണ്ടി വന്ന ഒരു സാഹചര്യം ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ നിലവിൽ വിജയ്ക്ക് അനുകൂലമായ ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. അതോട് വിജയുടെ വിജയമായി വിലയിരുത്താമോ അഷ്കർ? തമിഴ് രാഷ്ട്രീയത്തിൽ തന്നെ കീഴ്മേൽ മറിക്കാൻ പോകുന്ന ഒരു വിധി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയധികം ചലനങ്ങൾ ഈ വിധിക്ക് വരും ദിവസങ്ങളിൽ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. കാരണം ആദ്യ കരൂർ ദുരന്തം തന്നെ തമിഴ് രാഷ്ട്രീയത്തിലെ നിലവിലുള്ള സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ചർച്ചകൾക്ക് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിധി പൂർണ്ണമായും TVKക്ക് അനുകൂലമായ അവർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നത്. ഈ കരൂർ ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ തന്നെ കരൂർ DSPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് അവിടെ നിയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് കുറച്ചുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥനായ രണ്ടാമതൊരു ഉദ്യോഗസ്ഥർ കൂടി പ്രേമാനന്ദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരെ ചുമതല നൽകുന്നു. അതിനുശേഷമാണ് മൂന്നാമത് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു SIT IG അസ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു SIT സംഘത്തിന് അന്വേഷണം വരുന്നത്. അതും കഴിഞ്ഞാൽ ആ മൂന്ന് അന്വേഷണങ്ങൾക്കും അതീതമായി CBI അന്വേഷണം വേണമെന്നുള്ള TVKയുടെ ആവശ്യം ഹൈക്കോടതി അല്ലെങ്കിൽ മദ്രാസ് ഹൈക്കോടതി നിർബാധം തള്ളിക്കളയുകയും TVK നേതൃത്വത്തിന് വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് TVKക്ക് രാഷ്ട്രീയമായി വലിയ തോതിൽ തിരിച്ചടിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് ഉന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ പോയി ഒരു അനുകൂല വിധി നേടിയെടുത്തിരിക്കുന്നു. മാത്രമല്ല TVK ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ തന്നെ അതാ സുപ്രീം കോടതി ജസ്റ്റിസിന്റെ മേൽനോട്ടമടക്കമുള്ള ഒരു CBI അന്വേഷണം തന്നെ നേടിയെടുക്കാൻ TVKക്ക് സാധിച്ചിരിക്കുന്നു. സ്വാഭാവികമായും കരൂർ ദുരന്തം അത് സ്വാഭാവികമായ ദുരന്തമല്ല, ദുരന്തത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ കൃത്രിമത്വമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന DMK നേതാക്കളുടെ സാന്നിധ്യത്തിലടക്കം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇടപെടലുകളടക്കം ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ചുള്ള TVKയുടെ ആവശ്യങ്ങൾ ഒരർത്ഥത്തിൽ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ ഇഫക്റ്റുകൾ അത് അതിനേക്കാൾ വലുതാണ്. പ്രത്യേകിച്ച് ഈ ദുരന്തത്തിന് പിന്നാലെ പൂർണ്ണമായും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി TVKയും വിജയും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് BJPയും അണ്ണാ DMKയും നടത്തി വരുന്നത്. ആ ഘട്ടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിക്കാരിൽ ഒരാൾ എന്ന് പറയുന്നത് ഒരു BJP നേതാവാണ്. അതിനോടൊപ്പം തന്നെ ഇരകളെ സുപ്രീം കോടതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി രേഖകൾ നടത്തിയതൊക്കെ AMDKയുടെ അണ്ണാ DMKയുടെ പ്രാദേശിക നേതാക്കളാണ്. അത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ TVKയ്ക്ക് ഒപ്പം നടത്തിയ ആളുകൾ എന്ന് പറയുന്നത് BJP അടങ്ങുന്ന NDA സഖ്യമാണ്. ആ NDA സഖ്യത്തിലേക്ക് BJP നീങ്ങുന്നു എന്നുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഈ എടപ്പാടി പളനിസ്വാമി അഥവാ അണ്ണാ DMKയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള EPS എന്ന എടപ്പാടി പളനിസ്വാമി പരസ്യമായ വേദിയിൽ വെച്ച് തന്നെ ഈ മുന്നണി വിപുലീകരിക്കാൻ പോകുന്നു എന്ന് TVKയുടെ കൊടികൾ ചൂണ്ടിക്കാട്ടി പരസ്യമായ വേദിയിൽ പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അരമണിക്കൂറോളം ദൈർഘ്യമേറിയ ഫോൺ സംഭാഷണം വിജയമായി നടത്തിയതൊക്കെ തന്നെ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച രീതിയിൽ TVK ഉന്നയിച്ച അല്ലെങ്കിൽ വിജയ് ഉന്നയിച്ച രീതിയിൽ സമാനമായ രീതിയിൽ ഒരു അനുകൂല വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇനി DMK പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കി പോലീസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇത് രാഷ്ട്രീയമായി നേരിടാനുള്ള ഒരു ഒരുക്കത്തിലേക്ക് വിജയും സംഘവും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഊർജ്ജം നൽകുന്ന ഒരു വിധിയായി ഈ സുപ്രീം കോടതി വിധി ഘട്ടത്തിൽ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനടുത്ത ദിവസം തന്നെ വരുന്ന 17-ാം തീയതി തന്നെ വിജയ് കരൂരിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുനിൽ, ഇപ്പോൾ നടൻ വിജയ് NDA ചേരുമോ എന്നുള്ള സംശയമാണ് ഉയർന്നത്. എടപ്പാടി പളനിസ്വാമി ആ തരത്തിൽ DMKക്ക് ഒരു വെല്ലുവിളി നൽകിക്കൊണ്ടുള്ള പ്രതികരണം നേരത്തെ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ CBI അന്വേഷണം കൂടി വരുന്നതോടുകൂടി അതിനുള്ള കാര്യങ്ങളാണോ ഉരുത്തിരിയുന്നത്? BJPയുടെ ദേശീയ തലത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിൽ ലഭ്യമാണോ? ഇപ്പോൾ വിജയുടെ പരിപാടികൾക്ക് എത്തുന്ന വലിയ ജനക്കൂട്ടം അത് വോട്ടാണ് എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളതെന്ന് തോന്നുന്നു. നേരത്തെ ഈ ദുരന്തം ഉണ്ടായപ്പോഴും വിജയെ വിമർശിക്കാൻ DMKയും തയ്യാറായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്.
സ്മൃതി, തീർച്ചയായും ഈ കരൂരിലെ ദുരന്തത്തിന് പിന്നാലെ വിജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് BJP രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കണ്ടത്, ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടത്. ഏതായാലും രാഷ്ട്രീയമായി ഇന്നത്തെ സുപ്രീം കോടതി വിധി വിജയുടെ TVK സംബന്ധിച്ച് വലിയ വിജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ അഷ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ SIT രൂപീകരിക്കാനുള്ള വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് TVK സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ TVK മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ, റിട്ടയർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇപ്പോൾ ഒരു CBI അന്വേഷണം വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും രാഷ്ട്രീയമായി അത് TVKയുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചതിലൂടെ ഒരു രാഷ്ട്രീയ വിജയം കിട്ടുകയാണ്. ഇനി NDAയിലേക്കുള്ള നീക്കമാണോ TVK ഇനി നടത്താൻ പോകുന്നത് എന്നത് വലിയ രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. തമിഴ്നാട് രാഷ്ട്രീയം, ദ്രവിഡൻ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം BJP ഒരുപാട് കാലമായി വലിയ നീക്കത്തിന് ശ്രമിക്കുന്നതാണ്. തമിഴ്നാട്ടിൽ അണ്ണാമലയെ പോലെ ഒരു യുവ നേതാവിനെയൊക്കെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് വലിയ രാഷ്ട്രീയ നീക്കത്തിന് BJP ശ്രമിച്ചതാണ്. പക്ഷേ അതൊന്നും തന്നെ ഫലം കണ്ടില്ല. അണ്ണാ DMKയുമായി അവിടെ സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോയ, പക്ഷേ രാഷ്ട്രീയമായി BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. DMK വളരെ കരുത്താർജിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു പിന്നീട് അങ്ങോട്ട് ജയലളിതയുടെ കാലത്തിന് ശേഷം ഉണ്ടായത്. ഏതായാലും അതിനുശേഷം തമിഴ് രാഷ്ട്രീയം പിടിക്കാൻ BJP എല്ലാ വഴികളും നോക്കിയെങ്കിൽ പോലും അണ്ണാ DMK കൂടുതൽ ദുർബലമായി. ആ ഒരു സ്പേസിലേക്കാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരാൻ ശ്രമിച്ചത്. പക്ഷേ വിജയുടെ ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം വന്ന കാലത്തൊക്കെ തന്നെ നമ്മൾ കണ്ടത് BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ വളരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന സമീപനം, ഒപ്പം തന്നെ DMKക്കെതിരെ വളരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം. അങ്ങനെ DMKക്കൊപ്പമോ അല്ലെങ്കിൽ BJPക്കൊപ്പമോ അല്ലാതെ മറ്റൊരു വഴി വെട്ടി മുന്നോട്ട് പോകാനാണ് വിജയ് ഏതായാലും ശ്രമിച്ചത്. പക്ഷേ കരൂർ ദുരന്തത്തിന് ശേഷം ഏതായാലും സാഹചര്യങ്ങൾ മാറിമറിയുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് വിജയ് പോകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം വിജയ് നടത്തിയാൽ ഒരുപക്ഷെ ഇതുവരെ നടത്തിയിട്ടുള്ള ഈ ഒരു മുന്നേറ്റത്തിന്റെ മുനയൊടിഞ്ഞു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് വിജയ് പോകുമോ, അങ്ങനെ ഒരു അവസരവാദ രാഷ്ട്രീയമായി അത് വിലയിരുത്തപ്പെടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. മാത്രമല്ല ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് താരത്തിനെ കാണാനുള്ള തിരക്കായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ 18 വയസ്സിൽ താഴെയുള്ള നിരവധി പേരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, കൊല്ലപ്പെട്ടവരിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടം വോട്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പല രാഷ്ട്രീയ നേതാക്കളും അത് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. വിജയ്ക്കും അക്കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പക്ഷേ ഈ പ്രസംഗങ്ങളിലുടനീളം കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടിരുന്ന വിജയ്ക്ക് ഇനി ആ നിലപാടിൽ കൂടി വെള്ളം ചേർക്കേണ്ടി വരുമെന്നൊരു വിഷയം കൂടി നിൽക്കുകയാണ്. ശ്യാം ദേവരാജിലേക്ക് ഒന്നുകൂടി. ശ്യാം, ഇപ്പോൾ സുപ്രീം കോടതി CBIക്ക് വിടുമ്പോൾ നേരത്തെ രൂപീകരിച്ച SITയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയാണോ? എന്തുകൊണ്ട് CBI എന്ന് പറയുന്നുണ്ടോ ശ്യാം? മദ്രാസ് ഹൈക്കോടതിയുടെ നടപടികളിൽ നേരത്തെ സുപ്രീം കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഉത്തരവിന് വേണ്ടി മാറ്റുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നായിരുന്നു സുപ്രീം കോടതി ഈ കേസിൽ ഹർജികളിൽ വാദം കേൾക്കവേ ഏറ്റവും ഒടുവിൽ അത്തരമൊരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയത്. അത് തന്നെ ഹർജിക്കാർക്ക് അനുകൂലമായ ഒരു നിലപാടായിരുന്നു. മാത്രമല്ല തമിഴ്നാട് സർക്കാരിന് എതിരായ ഒരു നിലപാട് കൂടിയായിരുന്നു അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു CBI അന്വേഷണം ഉണ്ടാകും എന്ന കാര്യം സ്വാഭാവികമായും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഹർജിക്കാർക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CBI അന്വേഷണം വരുമ്പോൾ അത് വിജയ്ക്ക് TVKയ്ക്കും ഒക്കെ ആശ്വാസകരമാകുന്നു. ശരി, ശ്യാം ദേവരാജും അഷ്കർ അലി കരിമ്പയും പിയാസുലുമാണ് വിവരങ്ങൾ നൽകിയത്. അരുന്ധതി റോയുടെ പുസ്തകത്തിൽ